ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ്. അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന ആളിൻ്റെ കറണ്ട് എനർജി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യുന്ന ആളിൻ്റെ കറണ്ട് എനർജി എന്താണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്. ഇതിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ്. പേജ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. സ്റ്റാർ, ഏസ് ഓഫ് സോഡ്സ്, കിങ് ഓഫ് വാൻഡ്സ്, ദ ഹയറഫന്റ്, Eight of Swords. സ്ട്രെങ്ത് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് സ്ട്രെങ്ത് ആണ്. അപ്പോൾ അവരുടെ ഫീലിങ്സിനെ ഇപ്പോൾ ശക്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഉണ്ടല്ലോ, ശരിക്കും ഒരു അഗ്രസീവായ ഒരു സിംഹത്തിൻ്റെ ഫോട്ടോയാണുള്ളത്. അപ്പോൾ പക്ഷേ അവർക്ക് എത്രമാത്രം തോട്ട്സ് നിങ്ങളോടുണ്ടോ, എത്രമാത്രം അട്രാക്ഷൻ ഉണ്ടോ, അതൊക്കെ അവർ ചിലപ്പോൾ അത്രയും കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വളരെ പണിപ്പെട്ട് അവരത് കൺട്രോൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പക്ഷെ അവർക്ക് ആ സ്ട്രെങ്ത്, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് എത്രമാത്രം ഉണ്ട് എന്ന് അവർക്ക് ഈ ഒരു സമയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത് ഒരു ഫിസിക്കൽ ലെവലിൽ പോലും അത്രയും അധികം അട്രാക്റ്റഡ് ആണ് നിങ്ങൾ അവരിലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ഇത് ഞാൻ ചെയ്യണോ, ഞാൻ അവരെ വിളിക്കണോ, ഞാൻ മെസ്സേജ് ചെയ്യണോ, അതോ വേണ്ടയോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഞാനിനി വീക്കാണെന്ന് അവർക്ക് തോന്നിയാലോ. കാരണം ഇല്ലാത്ത ഗൗരവവും ഇല്ലാത്ത സ്ട്രെങ്തും ഒക്കെ കാണിക്കാൻ ശ്രമിക്കുന്ന ആളാണിത്. അവർക്ക് ഇത്രയധികം സ്ട്രെങ്ത് ഇല്ല, പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കണം. അത് മാത്രം അതിന് വേണ്ടിയിട്ട് അങ്ങനെ വിചാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്യൂൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നിങ്ങൾ വളരെ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള അത്രയും അങ്ങനത്തെ ഒരു അട്രാക്ഷൻ നിങ്ങളിൽ അവർക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വളരെ ശരിക്കും മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും കോൺഫിഡൻസ് ലെവലുള്ള ഒരാളാണ്. പിന്നെ ഒരു നല്ല ചൈതന്യം എന്നൊക്കെ പറയില്ല, ഒരു സ്പിരിച്വൽ ലെവലിലുള്ള വേറൊരു തലത്തിലുള്ളൊരു വ്യക്തിയാണ് എന്ന് നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റില്ല അവർക്ക്. ഇനി അവരെങ്ങനെയൊക്കെ വിചാരിച്ചാലും നിങ്ങളെ മറക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളെ മാത്രം. പിന്നെ അവർ ആലോചിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു കോൺഫിഡൻസ് അത് വേറെ ലെവലാണ്, നിങ്ങളോടുള്ള ഒരു അട്രാക്ഷനും വേറെ ലെവലാണെന്നുള്ളതാണ്. ഇതിൽ ഒരു പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളെ അവർ വീണ്ടും ശരിക്കും വാച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട്. അത് സോഷ്യൽ മീഡിയയിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വാട്സപ്പിലോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടെ ചോദിച്ചോ ഒക്കെ നിങ്ങളെപ്പറ്റി തിരക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അവർ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളെവിടെ പോകുന്നു, നിങ്ങളെവിടെ വരുന്നു, നിങ്ങൾ ആരോടൊക്കെ സംസാരിക്കുന്നു, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു. അപ്പം ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങളെപ്പറ്റി ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ അവരുടെ മനസ്സിലിരിപ്പ് ചിലപ്പം ഡയറക്റ്റായിട്ടല്ല, വേറെ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ അറിയിക്കുന്നുണ്ടായിരിക്കാം. ഇതിൽ
നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കാം. പക്ഷേ ഇല്ലെങ്കിൽ പോലും അവർക്ക് നിങ്ങളെക്കുറിച്ച് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൂടുതലാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ കാണണം, വരണം, വിളിക്കണം എന്നൊക്കെ വിചാരിച്ചാലും പിന്നെ അവരുടെ ആ ഒരു ഈഗോയും ഒരു ഞാനെന്തോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചവരത് അത് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അഥവാ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റാറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ ആ ഒരു സ്പേസ് ഇപ്പോഴും ബാക്കിയാണ്. നിങ്ങൾക്കുള്ള ഒരു സ്പേസ് അത് ആർക്കും കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങളാണ് അവരുടെ ഒരു ഡെസ്റ്റിൻഡ് പേഴ്സൺ. അതുമല്ല വേറെ ആർക്കും ആ ഒരു സ്ഥലത്തിരിക്കാൻ പറ്റൂല എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ അപ്ഡേറ്റ്സ് അവർ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾ തമ്മിൽ ഇപ്പം ഡയറക്റ്റ്ലി കണക്ഷൻ ഇല്ലെങ്കിൽ പോലും സ്പിരിച്വൽ ലെവലിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. നിങ്ങളിൽ അവർ ഒരുപാട് അട്രാക്റ്റഡ് ആണെന്നാണ്. അവർക്ക് ആ ഒരു അട്രാക്ഷൻ ഹൈഡ് ചെയ്യാൻ പോലും പറ്റണില്ല. അത് പലപ്പോഴും ചിലപ്പോൾ പലരോടും സംസാരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെ നല്ലതായിട്ട് അവർ സംസാരിക്കുന്നുണ്ടായിരിക്കാം. ഈ സംസാരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കാം. ഇതിൽ അവർക്ക് പലപ്പോഴും നിങ്ങളടുത്തില്ല എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇതിൽ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. അപ്പം നിങ്ങളുടെ ആഗ്രഹ സബലീകരണം എന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹ സബലീകരണം എന്ന് വെച്ചാൽ നിങ്ങളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളില്ലാതെ അവർക്ക് ഒരു തരത്തിലുള്ള ഒരു ചേഞ്ചും വരില്ല. അവർ ഈ മെൻറ്റാലിറ്റിയിൽ ചേഞ്ച് വരില്ല. ഇങ്ങനെ തന്നെ ഇരിക്കും നിങ്ങളെക്കുറിച്ച്. അത് കാരണം അവരുടെ ഹൃദയത്തിൽ അത്രയധികം നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്നാണ് കാണുന്നത്. ഇതിൽ കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു എനർജിയാണിത്. ഇതിൽ ഭയങ്കര ഒരു അട്രാക്ഷൻ കൂടുതലാണ്. അവർ ചിന്തിക്കുന്നതിനപ്പുറം അവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണെന്ന് അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇത്രയും കാലം ഇത്രയും ഒരു തിരിച്ചറിവ് ചിലപ്പം ഇല്ലായിരിക്കും. അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല അവർ ഇത്രയും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്, ഇത്രയും അട്രാക്റ്റഡ് ആണെന്നൊക്കെ. പൊസസീവ്നെസ്സും ഉണ്ടായിരിക്കും. എപ്പോഴും നിങ്ങൾ വേറെ ആരോടും സംസാരിക്കുന്നതോ വേറെ ആരോടും ഒരു കണക്ഷൻ ഉണ്ടാകുന്നതോ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് പോലും അവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ മുന്നിൽ ഭയങ്കര അവർ ശരിക്കും കോൺഫിഡൻ്റ് ആണെന്നുള്ളൊരു കാണിക്കാനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാക്കിയും. കാരണം നിങ്ങൾക്ക് ഇതിൽ കിങ് ഓഫ് വാൻസും ക്യൂൻ ഓഫ് വാൻസും ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഭയങ്കര വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരാളാണ്. അപ്പോൾ അവർ സെയിം എനർജിയിലേക്ക് അവർക്കും വരണം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ തന്നെ സെയിം എനർജിയാണ് അവർ പക്ഷെ ഒന്ന് കുറച്ചൊന്ന് പുറകിലോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതവർ ആ ഒരു എനർജി അവർ മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് കാണുന്നത്. ഇതിൽ കുറച്ചൊരു ഈഗോ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അവരുടെ ഷാഡോയാണ് അത് അവർ ഈഗോ. അപ്പോൾ പക്ഷെ അതൊക്കെ അവർക്കൊരു മാറ്റം വരും. ഈ ഒരു ഈഗോയൊക്കെ അവർ മാറ്റുമെന്നാണ് കാണുന്നത്. ഇതിനകത്ത് പിന്നെ ഒരു ഹൈറഫൻ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹൈറഫൻ്റ് എന്ന് പറയുന്നത് ഒരു എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ആകാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചേക്കാം. അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു മാരേജ് പോലെയുള്ളൊരു സംഗതി വേണം, അങ്ങനത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യം വേണം എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ നിങ്ങളോടുള്ളൊരു അട്രാക്ഷൻ വെറും ഒരു ഫിസിക്കൽ ലെവൽ അല്ല എന്നും കൂടി അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ ഒരു സോൾ ലെവൽ കണക്ഷൻ എവിടെയൊക്കെയോ ഇതിനകത്തുണ്ട്. ഇത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫൊക്കെ മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് പോലും ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇതെന്തോ സംതിങ് സാധാ കാണുന്നത് പോലെ അല്ലല്ലോ എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു നിങ്ങൾ തമ്മിലൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് കേട്ടോ. ഒരു ഡിവൈൻ കണക്ഷനുണ്ട്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അവർ ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ട്. ചെറിയത കാര്യമല്ല, വലിയ കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ അവർ ചിലപ്പോൾ പാസ്റ്റിൽ വളരെ ചെറുതായിട്ടായിരിക്കും കണ്ടത്.
പക്ഷെ ആ നിങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ അവർക്ക് പറ്റി, അത് അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയം. പിന്നെ 8 ഓഫ് സോർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ ഒരു കൺഫ്യൂഷനും ഉണ്ട്. ഇപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്യണോ, കോണ്ടാക്ട് ചെയ്താൽ എന്താകും, പിന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, അതോ ഇനി ഒന്നുകിൽ അവർ വിചാരിക്കുമോ നേരത്തെ ഇത് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട് കേട്ടോ. ഈ ഒരു 8 ഓഫ് സോർഡ്സ് ഓവർ തിങ്കിങ് ആണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾ അവരെ വിട്ടിട്ട് പുറത്തു പോയോ എന്നൊക്കെ ഇടയ്ക്ക് ചിന്തിക്കും. അയ്യോ ഇനി ഞാനില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റും, അവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് മുന്നോട്ട് പോയോ എന്നൊക്കെ അവർ ചിന്തിക്കും. ഒരു ഗിൽറ്റ് എനർജി പോലും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഒരു കണ്ടില്ലേ, ഒരു ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരാൾ, അപ്പം ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, എന്തിനാണ് ഞാനിത് ചെയ്തത്, ചെയ്യേണ്ട ആവശ്യം എന്തുണ്ടായിരുന്നു, അപ്പം ഈ ഒരു നിങ്ങളുടെ ഒരു ജീവിതത്തിൽ നടന്നതൊക്കെ മോശമാണെന്ന് അവർക്ക് മനസ്സിലായി ഇപ്പം. പക്ഷേ അതങ്ങോട്ട് ഇവിടെ ഒരു വേലിയുണ്ട്, അതിൻ്റെ പുറത്ത് വരാൻ അവർക്ക് ഇപ്പോഴും പറ്റുന്നില്ല. അതവരുടെ ഈഗോ ആയിരിക്കാം, ചിലപ്പോൾ സമയമായില്ലായിരിക്കാം. എന്ത് തന്നെയായാലും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് അവരുടെ ഹൃദയത്തിൽ ഏറ്റവും സ്ഥാനമുള്ളൊരു വ്യക്തി നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമില്ല. അതവർക്ക് ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ടെന്നുള്ളതാണ്. ഇതാണ് അവരുടെ കറണ്ട് എനർജി. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.